ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ നടന്ന കോപ്പ ഡെൽ റേയുടെ രണ്ടാം പാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡും FC ബാഴ്സലോണയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. ആദ്യ പാദത്തിൽ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ബാഴ്സലോണയ്ക്ക് ഒരു തിരിച്ചുവരവ് അനിവാര്യമായിരുന്നു. എന്നാൽ അതിൻ്റെ തൊട്ടരികിൽ പൊരുതിക്കൊണ്ടാണ് FC ബാഴ്സലോണ വീണുപോയത്. അതായത് 3 ഗോളുകൾ വരെ അവർ നേടി. പക്ഷേ അവർ കോപ്പ ഡെൽ റേയിൽ നിന്നും പുറത്താവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതേക്കുറിച്ച് ഹാൻസി ഫ്ലിക്ക് മത്സരശേഷം സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇനിയും കൂടുതൽ ഗോളുകൾ നേടാനുള്ള അവസരങ്ങൾ തങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ് ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. 4ാമത്തെയും 5ാമത്തെയും ഗോൾ വരെ നേടാനുള്ള ഒരു അവസരം ബാഴ്സലോണക്ക് ലഭിച്ചിരുന്നു എന്നാണ് ഫ്ലിക്ക് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഈ താരങ്ങളിൽ തനിക്ക് ഒരുപാട് അഭിമാനമുണ്ടെന്നും കളിക്കളത്തിൽ അവർ എല്ലാം നൽകിയെന്നും ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ അതേക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിരുന്നു. തിരിച്ചു വരാൻ കഴിയും എന്ന ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഇന്ന് കളിച്ചത്. എല്ലാവരും നല്ല രീതിയിൽ കളിച്ചു. എൻ്റെ ഏറ്റവും മികച്ച താരങ്ങളെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഞാൻ എൻ്റെ ഡിഫൻസിലെ താരങ്ങളെയാണ് ഇന്ന് തിരഞ്ഞെടുക്കുക. സത്യം പറഞ്ഞാൽ 4ാമത്തെയും 5ാമത്തെയും ഗോളുകൾ നേടാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ അത് നേടാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഞങ്ങൾ അഭിമാനിക്കണം. കാരണം കളിക്കളത്തിൽ ഞങ്ങളെല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. മത്സരത്തിൽ ആധിപത്യം പുലർത്തിയത് FC ബാഴ്സലോണ തന്നെയാണ്. നിരന്തരം ആക്രമണങ്ങൾ നടത്താൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ കിട്ടിയ അവസരങ്ങൾ കൂടുതലായിട്ട് അവർ മുതലെടുക്കണമായിരുന്നു. ഇന്നലത്തെ ഈ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടിയത് ബേണലാണ്. മറ്റൊരു ഗോൾ റാഫീഞ്ഞയുടെ പെനാൽറ്റി ഗോളായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.